ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചൊരു ബുക്കാണ് സോഷ്യലിസ്റ്റ് സാഹിത്യകാരനായ മാക്സിം ഗോർക്കി എഴുതിയ ദ മദർ ഓഫ് ട്രയേറ്റർ. റഷ്യൻ വിപ്ലവ പശ്ചാത്തലത്തിൽ മോന മരിയാന എന്ന അമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി അദ്ദേഹം രചിച്ച ബുക്കാണ് ദ മദർ ഓഫ് ട്രയേറ്റർ. പശ്ചാത്തലം റഷ്യൻ വിപ്ലവം തന്നെയാണ്. ആ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും ആ അമ്മ അനുഭവിക്കുന്ന വികാരനിർഭരമായ നിമിഷങ്ങളെ വളരെ ലളിതമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ്. പാതി തകർന്ന നഗരം, ആ നഗരത്തിൻ്റെ നഗരവീഥിയിലൂടെ മോന മരിയാന നടന്നു നീങ്ങുകയാണ്. എങ്ങും സ്വന്തം ജീവന് വേണ്ടി പരക്കം പായുന്ന മനുഷ്യരെ മുഖാമുഖം കാണുകയാണ് മോന മരിയാന. പോകുന്ന നഗരവീഥിയിൽ ഒരമ്മ ഒരു മൃതശരീരത്തിന് മുന്നിലിരുന്ന് കരയുന്നുണ്ട്. മോന മരിയാന ചോദിക്കുന്നുണ്ട്, ആരാണിതെന്ന്. നിറകണ്ണുകളോടെ ആ അമ്മ പറയുന്നുണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവ് മരിച്ചു, ഇതെൻ്റെ മകനാണ്. ഒരു സമയം വരെ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ രാജ്യത്തെ നശിപ്പിക്കുന്ന കൂട്ടാളികളുടെ കൂട്ടത്തിൽ എൻ്റെ മകൻ പോകുമെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ അവനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു. കാരണം എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് അവൻ മരിച്ചത്. എൻ്റെ രാജ്യത്തെയും എൻ്റെ ജനങ്ങളെ നശിപ്പിക്കുന്ന ഒരുവനുണ്ട്, അവനും അവൻ്റെ അമ്മയും ഒരിക്കലും രക്ഷപ്പെടില്ല. അത്തരം വാക്കുകൾ മോന മരിയാനെ വിഷമത്തിൽ ആഴ്ത്തുന്നുണ്ട്. മോന മരിയാന അവിടുന്ന് ഉടനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതെ, മോന മരിയാനയ്ക്കൊരു മകനുണ്ട്. അവനാണ് ആ രാജ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യം പകുതിയോളം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. മോന മരിയാന ജനിച്ച നഗരം, മോന മരിയാനയുടെ മകൻ പിച്ച വെച്ച് നടന്ന നഗരം. അവൻ കുട്ടിക്കാലത്തെ വലിയ ധീരനായ കുട്ടിയായിരുന്നു. അവന് ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയാകണം എന്നതാണ് ലക്ഷ്യം. അതിനവൻ തിരഞ്ഞെടുത്തത് അവൻ ജനിച്ച നഗരം തന്നെയാണ്. ആ നഗരത്തിലെ രക്ഷാപ്രവർത്തകരോട് മോന മരിയാന പറയുന്നുണ്ട്, ഒന്നെങ്കിൽ എന്നെ എൻ്റെ മകൻ്റെ അടുത്തേക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളിവിടെ എന്നെ ഇല്ലാതാക്കണം. സ്വന്തം മകൻ ചെയ്ത കുറ്റത്തിന് അമ്മയെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് കണ്ട രക്ഷാപ്രവർത്തകർ മോന മരിയാനെ മകൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. പോകുന്ന വീഥിയിലെല്ലാം മകൻ്റെ ധീരകൃത്യങ്ങൾ അമ്മ കേൾക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകനെ കാണുന്ന മോന മരിയാന ഒരമ്മയ്ക്കും മകനും ഇടയിലുള്ള സ്നേഹനിർഭരമായ നിമിഷത്തെ മാക്സിം ഗോർക്കി വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. ആ സ്നേഹനിർഭരമായ നിമിഷം അവസാനിപ്പിച്ചുകൊണ്ട് മോന മരിയാനയുടെ മകൻ പറയുന്നുണ്ട്, അമ്മ ഇത്രയും കാലം ആ നഗരത്തിലുള്ളത് കൊണ്ടാണ് ആ നഗരത്തെ ഞാൻ നശിപ്പിക്കാതെ പാതിയോളം നശിപ്പിച്ചത്. തൊട്ടടുത്ത നിമിഷം ഞാൻ ആ നഗരം പൂർണ്ണമായും നശിപ്പിക്കും. മകൻ്റെ വാക്കുകൾ മോന മരിയാനയെ തളർത്തുന്നുണ്ട്. മോന മരിയാന പറയുന്നുണ്ട്, ഈ ലോകത്ത് ജീവൻ എടുക്കുന്നവനല്ല, ജീവൻ നൽകുന്നവനാണ് ഏറ്റവും മഹത്തായ വ്യക്തി. മോന മരിയാനയുടെ വാക്കുകളെ ഖണ്ഡിച്ചുകൊണ്ട് ആ മകൻ പറയുന്നു, സാമ്രാജ്യത്വങ്ങളെ നശിപ്പിക്കുന്നവൻ്റെ പേരും പിൽക്കാലത്ത് വാഴ്ത്തപ്പെടുമെന്ന്. മകൻ്റെ വാക്കുകൾ മോന മരിയാനയിൽ ഒരുപാട് സങ്കടങ്ങൾ നിറയ്ക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഒരു നിമിഷം ആ അമ്മ കണ്ണടച്ചുകൊണ്ട് തൻ്റെ പാതി തകർന്ന നഗരത്തെയും അവിടുത്തെ ജനങ്ങളെയും ഓർക്കുകയാണ്. ഈ ലോകത്ത് ഒരമ്മയ്ക്ക് മാത്രമേ ഒരു കുഞ്ഞിന് ജീവൻ നൽകാൻ കഴിയൂ. മോന മരിയാന ആ നഗരത്തിലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും അമ്മയാവാൻ തീരുമാനിച്ചു. കാരണം തൻ്റെ മകൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോയാൽ ഈ ലോകത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് മോന മരിയാന മനസ്സിലാക്കും. തൻ്റെ മകനെ മാറോടണയ്ക്കുന്ന സമയം കയ്യിലുണ്ടായിരുന്ന ഖടാര കൊണ്ട് നുറുങ്ങുന്ന വേദനയിലും മോന മരിയാന മകൻ്റെ നെഞ്ചിലേക്ക് ഖടാര ആഴത്തിലിറക്കുകയാണ്. തൻ്റെ മകൻ മരിച്ചു കിടക്കുന്നു. തനിക്കൊരേ ഒരു മകനേ ഉള്ളായിരുന്നു. ഇനിയൊരു കുഞ്ഞിന് ജീവൻ കൊടുക്കാനുള്ള പ്രായവും മോന മരിയാനയ്ക്ക് കടന്നു പോയിരിക്കുന്നു.
അത്തരം ചിന്തകൾ മോനാമരിയാനയുടെ ശിരസിലൂടെ കടന്നു പോകുന്ന നിമിഷം സ്വന്തം മകനെ കൊന്ന അതേ കഠാര കൊണ്ട് മോനാമരിയാന തൻ്റെ ജീവനെ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരമ്മയുടെ സ്നേഹത്തിൻ്റെയും ആ അമ്മ അനുഭവിക്കുന്ന വികാരനിർഭരമായ നിമിഷത്തെയും ആ അമ്മയുടെ രാജ്യസ്നേഹത്തെയും ധാർമ്മികമായ ബോധത്തെയും വളരെ ലളിതമായി മാക്സിം ഗോർക്കി ഒരു വായനക്കാരന് ആ അമ്മ അനുഭവിക്കുന്ന എല്ലാ വേദനയും പൂർണ്ണമായും മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ച ഒരു ബുക്കാണ് ദ മദർ ഓഫ് ട്രയേറ്റർ. അതൊന്നുകൊണ്ട് മാത്രമായിരിക്കാം വായനക്കാർക്കിടയിൽ ഇപ്പോഴും മദർ ഓഫ് ട്രയേറ്റർ വേറിട്ട് നിൽക്കുന്നത്. താങ്ക് യു.